സുഖം 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 ഉറങ്ങിയോ? ഇത് പറയും നേരെ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി ഒന്ന് പണിയത് കണക്കി വിളിച്ചേക്കും. എന്നാലും അവന്മാർ എന്തിനായിരിക്കും അമ്മയെ വിളിച്ചിട്ട് ഫോണിൽ ഇരിക്കാറുണ്ട്? അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. നന്നായല്ലോ. ഒന്നുമില്ല, അമ്മയോട് സംസാരിക്കാൻ പറ്റില്ലേ? എനിക്ക് സംശയമൊന്നുമല്ലോ. പിന്നെന്താ? പക്ഷെ അവരങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താ? നീ ചൂടാവല്ലേ? നീ എന്താ എന്റെ സംശയം കാര്യമായിട്ടില്ല? അതൊരു സംശയം എന്തടാ? ഇത് തന്നെയല്ലേ നീ കിടക്കുന്ന പറയാൻ അതുകൊണ്ടിരുന്നത്? എന്റെ വീട്ടിൽ വിളിച്ചിട്ട് ഇതുപോലെ തീരുമാനിക്കും. വീട്ടുകാരറിഞ്ഞിട്ട് സംശയം തോന്നി ആ പ്രശ്നമൊന്നും ഉണ്ടാവണ്ടെന്ന് എഴുതിയിട്ടായിരിക്കും നീ. അപ്പോ അതിനർത്ഥം അവർക്ക് പേടിയുണ്ടെന്നല്ലേ? നീ ഇങ്ങനെ അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലൊക്കെ ഒന്ന് പറഞ്ഞു. എന്നിട്ട് നാളെ തന്നെ രണ്ടിനും തട്ടിക്കളാട്ട്. അതിനൊക്കെ അവര് പുറകെ കാണും. അതുകൊണ്ട് എന്താ കാര്യം? ഇതൊക്കെ റെക്കോർഡ് ചെയ്യാമെന്നുണ്ടായിരിക്കുന്നത്. ഇത്ര പതുക്കെ പറഞ്ഞു. അതിനൊക്കെയുള്ള ടെക്നോളജി കാണും. നിനക്ക് അതിനെ പറ്റി വലിയ വിവരമൊന്നുമില്ല. എനിക്കും വലിയ വിവരമൊന്നുമില്ല. നീ മിണ്ടാതെ കിടക്കാം. മനസ്സിൽ പറയാം. ഇനിയിപ്പോ അതും മനസ്സിലാക്കുന്ന ഒരു ടെക്നോളജി ഉണ്ടോ? അല്ല, ഈ ടെക്നോളജിയെ കുറിച്ച് വലിയ വിവരമില്ലാത്തവർ ചോദിക്കുക. നീ ചൊറിയാതെ കിടന്ന് ഉറങ്ങാൻ നോക്കിയേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അങ്ങനെ നമ്മളിതുവരെ പഠിച്ചെല്ലാം ഭിത്തിരി കയറിയിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഭിത്തിക്കാതിരുന്ന മതിയായിട്ടില്ല. എന്റെ പൊന്ന് സെവിനെ, നീ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറയുള്ളൂ. പ്രതിജ്ഞയാണോ ഇരിക്കുന്നത്? എന്റെ പൊന്നോ, ഞാനൊരു തമാശ പറയാൻ ശ്രമിച്ചല്ലേ. അവന്റെ പോക്കിലൊരു തമാശ. എന്റെ ദൈവമേ, ഇനി നീ നന്നായിട്ട് തമാശ പറയാൻ പഠിച്ചില്ലെങ്കിൽ അവന്മാര് കൊന്നു കളയുന്ന ഒറ്റ റൂളുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം തീർന്നു. മനസ്സിലായില്ല? നീ കൂടുതൽ മനസ്സിലാക്കണ്ട. തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും. ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിട്ടില്ലേ, പഠിച്ചൊക്കെ ആദ്യം നീ മനസ്സിലാക്ക. ഓക്കെ, എങ്കിൽ പിന്നെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. എന്നൊരു കാര്യം ചെയ്യും, നമുക്ക് ആദ്യം തൊട്ട് നോക്കാം. എന്താ പറയുക, പേഴ്സണൽ പ്രോൺസ്. പ്രോൺസ് അല്ല, പ്രോൺസ് പറഞ്ഞ ചെമ്മീന്. അത് പെട്ടെന്ന് സ്പീഡ് കൊടുക്കുക. അതുകൊണ്ട് പേഴ്സണൽ പ്രോണൗൺസ്. ഓക്കെ, ഐ, വി, യു, യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഓർമ്മയുണ്ടോ? ഇതൊക്കെ ഓർമ്മയുണ്ട്. ഇത് പഠിപ്പിക്കുന്നതിന് മുമ്പല്ലേ അവന്മാരെ അടി ഉണ്ടാക്കുന്ന പോലെ കാണിച്ചത്. അത് നല്ല വഴിയാണല്ലേ. റോമി പറഞ്ഞു ഞാൻ പഠിപ്പിക്കാമെന്ന്. ഇപ്പൊ വിവിൻ പറഞ്ഞു ഞങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ പഠിപ്പിക്കണം. എന്തൊക്കെ വേണോ? സംഭവം നമ്മളിത് നേരത്തെ കേട്ടിട്ടുള്ളതൊക്കെ ആണെങ്കിലും അന്ന് അങ്ങനെ ചെയ്യുന്നുണ്ട്. തലയെ ഫിക്സ് ആയി. ശരി, പിന്നെ അത്ര ഫിക്സ് ആയെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇത് നോക്കാതെ ഡിവിഷൻ പിന്നെ
ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഐ പ്ലൂറൽ വി, സെക്കൻഡ് പേഴ്സൺ സിംഗുലർ യു പ്ലൂറൽ യു, തേർഡ് പേഴ്സൺ സിംഗുലർ ഹി ഷീ ഇറ്റ് പ്ലൂറൽ ദേ. എപ്പടി ഇങ്ങനെയുണ്ട്? അത് കളി. എന്നാലേ നീ വേറെ കുറെ പ്രോണൗൺസ് കൂടി ഒന്ന് പറഞ്ഞു. നിസ്സാരം. മീ, മൈ, മൈൻ, അവർ, us, yours, his, him, her, its, them, themselves. This, that, these, those, all, every, everybody. അല്ലടാ, എനിക്കൊരു സംശയം. ഈ എവ്രിബഡി മോളും ഒക്കെ എങ്ങനെയാ പ്രോണൗൺ ആവുന്നത്? എടാ അവന്മാർ പറഞ്ഞ ഓർമ്മ വെച്ച് എനിക്ക് തോന്നുന്നത് നൗണ്ട് പകരം ഉപയോഗിക്കുന്നല്ലേ പ്രോണോ. അപ്പോൾ എല്ലാവരും ഒന്നും പറയുമ്പോഴേ ഓരോരുത്തരുടെയും പേരായിട്ട് പറയുന്നതിന് പകരം റീപ്ലേസ് ചെയ്യൂല്ലോ. ഓ അങ്ങനെ. ഓ ആ, അപ്പൊ നൗൺസ് ഏതൊക്കെയായിരുന്നു? എടാ അത് ഏതൊക്കെയായിരുന്നു ചോദിച്ചാൽ അതിന് പല ഡിവിഷൻസും ഉണ്ട്. പക്ഷെ അങ്ങനെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമില്ല എന്നല്ല അവര് പറഞ്ഞത്. ശരിയാണല്ലോ. അപ്പൊ നീ എന്തോന്ന് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്? എടാ അതന്നെ ഇവിടെ കുറെ എക്സാമ്പിൾ യൂസ് ചെയ്യുന്നത്. പേപ്പർ, പെൻ, ബുക്ക്, വേർഡ്, ഹോണസ്റ്റി, ഹാപ്പിനെസ്, ട്രൂത്ത്, അങ്ങനെ കുറെ. ശരിക്കും ഈ നോൺ നല്ല എളുപ്പമല്ലേ? പിന്നെ ഈ വെർബ് പഠിപ്പിക്കാനായിട്ടല്ലേ നമ്മളെ തട്ടിക്കൊണ്ട് പോയപ്പോ തൊട്ടുള്ള ഓരോ കാര്യങ്ങൾ അവര് പറയിപ്പിച്ച കുറെ ആക്ഷൻസ് അല്ലേ? ഫോർ, റൈസ്, ഈറ്റ്, ഡ്രിങ്ക്, ക്രൈ, അങ്ങനല്ലേ? എന്നാ ഞാനൊരു സത്യം പറയട്ടെ. നീ എങ്കിലും ഒരു സത്യം പറയാമോ? അതല്ലടാ, എനിക്ക് ഇപ്പോഴും ആ വെർബും അഡ്ജക്റ്റീവും മാറും. അടിപൊളി. എടാ അതെന്താന്ന് വെച്ചാ ഈ അഡ്ജക്റ്റീവിന്റെ കൂടെ എന്തോ ER-ഓ EST-ഓ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചേർക്കുന്ന കാര്യം പറഞ്ഞില്ലേ? പിന്നെ വെർബിനും ED, D, IED അങ്ങനെയൊന്നും ഇല്ലേ? എല്ലാം കൂടി ചക്ക കുഴയുന്ന പോലെ അങ്ങ് കുഴഞ്ഞു. എന്റെ പൊന്നു സെവനെ, അതൊന്നുമില്ല, സിമ്പിൾ. നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കും. വെർബ് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ആയി. ഉദാഹരണത്തിന് ടോൾ. ടോൾ വെർബ് ആണോ അഡ്ജക്റ്റീവ് ആണോ? നീ ഒന്ന് പറഞ്ഞേ. ടോൾ എന്ന് പറയുമ്പോ അതൊരു ആക്ഷൻ അല്ലല്ലോ. അല്ല, അത് നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ അതെന്താണെന്ന് ചിന്തിക്കണം. അതിന് വേറെ എന്തെങ്കിലും ഒരു വാക്കുകൂടി എന്നോട് ആഡ് ചെയ്ത് നോക്കണം. എടാ നീ ആള് കൊള്ളാലോ, നീ അവരെ പോലെ പഠിപ്പിച്ചു തുടങ്ങിയോ? പിന്നല്ല, നീ പൊട്ടുണ്ടാക്കി എന്താന്ന് ആക്കാടി ചെയ്യാൻ. ടോൾ ബിൽഡിംഗ്, അതായത് ബിൽഡിങ്ങിനെ വിശേഷിപ്പിക്കുന്നു. അപ്പോ അഡ്ജക്റ്റീവ്. അത്രേ ഉള്ളൂ. അഡ്ജക്റ്റീവിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് തൽക്കാലം ഈ വെർബ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ. അപ്പോ വെർബ് റെഗുലർ ഉണ്ട്, ഇറഗുലർ ഉണ്ട്. റെഗുലർ ആണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ IED, ED അല്ലെങ്കിൽ ഡി ചേർക്കുന്നല്ലേ? അതെ, ഉദാഹരണം പറഞ്ഞു. സ്റ്റഡി ആണെങ്കിൽ IED ചേർത്ത് സ്റ്റഡി, ക്ലൈംബ് ആണെങ്കിൽ ED ചേർത്ത് ക്ലൈംബ്, സിറ്റ് ആണെങ്കിൽ ED ചേർത്ത് ഈട് ചേർക്കുമല്ല, നല്ല ഇടി തരുമല്ല. അവിടെ സിറ്റ് മറ്റേ സാധനമാടാ. ഏത് സാധനം? ഓ ഇറഗുലർ. ഓ എടാ സോറി 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 സോറി, പെട്ടെന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി. ടൈ ആണെങ്കിൽ ഡി ചേർത്ത് ടൈഡ്. കറക്റ്റ് അല്ലേ? ഒപ്പിച്ചു. എടാ വൈ അവസാനം വരുന്നിടത്തെല്ലാം ഐഡി ആയിരിക്കും. ഈ ക്രൈഡ്, ട്രൈഡ് അങ്ങനെയൊക്കെ. ഈ ആണ് അവസാനം വരുന്നെങ്കിൽ ഡി മാത്രവും, ഇത് രണ്ടും അല്ലെങ്കിൽ ഇഡിയും അല്ലേ? പക്ഷെ ഇതിനൊക്കെ എക്സെപ്ഷൻസ് ആണ് കേട്ടോ. അത് പിന്നെ കാണുമല്ലോ. എടാ പിന്നെ നമ്മുടെ ഓക്സിലറി വെർബ്സ് ഇല്ലേ, അതിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. എടാ അതല്ലേ ദേ ഇവിടെ കുപ്പിയിൽ കടച്ചു വെച്ചിരിക്കുന്നേ, ആവശ്യം വരുമ്പോ എടുക്കാലോ. ഓ എന്നാ അതോടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞില്ല അഡ്ജക്റ്റീവ് വന്നേ. അത് ഈ പറഞ്ഞ നൗണിനെ വിശേഷിപ്പിക്കുന്ന കേസല്ലേ? അത് വെറും സിമ്പിൾ. അതെ, ബിഗ് ഹൗസ്, ടോൾ ബോയ്, സ്മാർട്ട് ഗേൾ, എടാ അതൊക്കെയല്ലേ. പക്ഷേ മുമ്പ് ഞാൻ പറഞ്ഞ ER EST ഇല്ലേ, അതെനിക്ക് സംശയമുണ്ട്. അത് ഞാൻ പറയാം. നമ്മൾ ഈ നൗണിനെ വിശേഷിപ്പിക്കില്ലേ, ഉദാഹരണത്തിന് ടോൾ ബോയ്, നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴും ഇതേ അഡ്ജക്റ്റീവ് ഉപയോഗിക്കില്ലേ? ഇപ്പോ അവന് നല്ല പൊക്കമുണ്ട് അങ്ങനെ പറയുന്നതും അവൻ എന്നേക്കാൾ പൊക്കമുണ്ടെന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം അല്ലേ? ഓ ഇപ്പൊ ഓർമ്മ വരുന്നത്. അതെ, ടോളോദാൻ എന്ന് പറയും, ER ചേർത്ത്. അതേപോലെ തന്നെ ഏറ്റവും ഉയരം കൂടിയതിന് നമ്മൾ EST ചേർത്ത് ടോളസ് എന്ന് പറയും. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ
പഠിത്തം ഞാൻ നോക്കുമായിരുന്നു. അന്ന് ഇപ്പോഴും ഈ ടോള് തന്നെയായിരുന്നു ഉദാഹരണമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ശരി. അതുകൊണ്ട് ഇപ്പൊ എന്തായി ടോളിൽ മാത്രം ഇങ്ങനെയൊക്കെ ഉള്ളൂന്ന് ഞാൻ വിചാരിച്ചു. സത്യമാണ്. പക്ഷെ എല്ലാ അഡ്ജക്റ്റീവ്സിനും ഇങ്ങനെ ഉണ്ടല്ലേ? എടാ അതേപോലെ വേറെ കാര്യമുണ്ട്. ചിലതാണ് പണ്ടാടങ്ങാനായിട്ട് ഈ മോസ്റ്റ് ചേർക്കണം. ആ ഇതും പഠിച്ച ഞാൻ ഓർക്കുന്നുണ്ട്. ഉദാഹരണത്തിന് എപ്പോഴും മോർ ബ്യൂട്ടിഫുള്ളും മോസ്റ്റ് ബ്യൂട്ടിഫുള്ളും ആയി. വേറെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ, ഇത് കാണിച്ചു തരാം. വായിച്ചു നോക്കി. ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ, പവർഫുൾ, മോർ പവർഫുൾ, മോസ്റ്റ് പവർഫുൾ, എക്സ്പെൻസീവ്, മോർ എക്സ്പെൻസീവ്, മോസ്റ്റ് എക്സ്പെൻസീവ്, ഇമ്പോർട്ടൻറ്റ്, മോർ ഇമ്പോർട്ടൻറ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇത് നമുക്കിവിടെ ഒട്ടിക്കണം. എടാ അപ്പൊ എനിക്കൊരു സംശയം. ഈ ഗുഡ് എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവ് ആണല്ലോ. അപ്പോ ഗുഡർ ഗുഡസ്റ്റ് ആണോ മോസ്റ്റ് ഗുഡ് മോർ ഗുഡ് എന്നാണോ? അത് ശരിയാണല്ലോ. അതുകൊണ്ടാണ് ഈ ബാഡ്. എന്തായാലും അത് ചിന്തിച്ച് നോക്കുന്നതിന്റെ കാര്യമൊന്നുമില്ല, അവരോടിക്കുമല്ലോ. ചോദിക്കും. ഓക്കെ, അടുത്തത് എന്തായിരുന്നു? നൗണിനെ വിശേഷിപ്പിച്ച് കഴിഞ്ഞല്ലോ, ഇനി വെർബിനെ വിശേഷിപ്പിക്കണ്ടേ? എന്ത് പാടാ നോക്കണേ. ഇതിനൊക്കെ ഇപ്പോ വിശേഷിപ്പിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, നമ്മളിവിടുന്ന് പുറത്തിറങ്ങുന്നില്ല, അത്രയേ ഉള്ളൂ കുഴപ്പം. അയ്യോ എനിക്ക് പിന്നെ വിശേഷിപ്പിച്ചേക്കാം. അതെങ്ങനെയായിരുന്നു? അഡ്ജക്റ്റീവിന്റെ കൂടെ അതുകൊണ്ടല്ലേ എൽബൈ ചേർക്കണം എന്തൊക്കെയോ വന്നില്ലായിരുന്നു? അതെ അതെ, സ്മാർട്ട്ലി, ബാഡ്ലി, ബ്യൂട്ടിഫുള്ളി, ഞാനത് എഴുതിയിട്ടുണ്ട്. ബ്യൂട്ടിഫുള്ളി. ഇതൊക്കെ പിന്നെ ആ ഫാസ്റ്റിനെ അഡ്വേർബ് ആക്കാൻ എൽബൈ ചേർക്കത്തില്ല. പിന്നെ ഹാർഡിന്റെ കൂടെ എൽബൈ ചേർത്താൽ അത് നെഗറ്റീവ് മീനിങ് അല്ലേ? അതെ അതെ, ഈ ഇംഗ്ലീഷുകാരെ കണക്കന്മാരുടെ ഒരു കാര്യം. യു മീൻ സർ അർത്ഥർക്കണാപ്പൻ? വന്നൊന്നും ഒരു അക്ഷരം പറയാൻ വയ്യാത്ത അവസ്ഥയല്ലോ എടുത്ത്. എടാ സുമു, എനിക്കൊരു സംശയം. ഇത് നമ്മളെ പൂട്ടിയിട്ടിരിക്കുന്നവന്മാർക്ക് ശരിക്കും ഇംഗ്ലീഷൊന്നും അറിയാൻ മതി? അല്ല, നമ്മളെ പഠിപ്പിക്കുന്നത് കേട്ടിട്ട് അവർക്കും പഠിക്കാനുള്ള പരിപാടിയാണെങ്കിലും അവരെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അവരെ കഥകിന്റെ ചോട്ടി പെറ്റിടണം. എന്റെ പൊന്ന് സെന്നെ, നീ ഇമാതിരി മണ്ടത്തരം പറഞ്ഞിട്ടിരുന്നാണല്ലോ. നമ്മളെ വിഷവാദവും റൂമിലോട്ട് കയറ്റി നമ്മൾ രണ്ടുപേരോടെ കൊല്ലും. നീ മിണ്ടാതെ നീയായിട്ട് അവന്മാർക്ക് അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞില്ല. നമുക്കേ ഉള്ള സമയത്ത് എന്തെങ്കിലും പഠിക്കാൻ നോക്കാം. അതായിരിക്കും നല്ലത്. എന്നാ ആർഡോർ ബൈക്കോട്ടെ. ആർഡോർ വെർബിനെ വിശേഷിപ്പിക്കുന്നു. ഉദാഹരണത്തിന് റൺ ഫാസ്റ്റ്, ഈറ്റ് സ്ലോലി, ഡ്രിങ്ക് നൈസ്ലി. എന്ത് പറഞ്ഞാലും ഈറ്റുണ്ടല്ലോ. ഓ എന്നാ നീ പറ. പിന്നെന്താ പറയാനോ? പ്ലേ സ്മാർട്ട്ലി. ഫ്രഷ് പ്ലേ അധികം ആരും പറയാത്ത വെർബാണല്ലോ. എടാ ഇത് നീ മുമ്പേ പറഞ്ഞ പോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു വെർബ് പറയുമ്പോ ആദ്യം പറഞ്ഞ വെർബല്ലേ ഇത്? ഓ ശരിയാണല്ലോ. എന്നാ പിന്നെ എക്സ്പ്ലെയിൻ നാച്ചുറലി. എവിടെ ഭയങ്കര അടിപൊളിയായിരുന്നല്ലേ? പിന്നല്ല, ഇതൊക്കെ എന്ത്. നീ അടുത്ത സംഭവം പറഞ്ഞു. അടുത്ത നീ മറന്നുപോയോ? നിന്റെ വീട്ടിൽ എക്കണോമിക്സ് ഓർമ്മയില്ലേ? അമ്മോ മറന്നിട്ടില്ല. പ്രിപ്പോസിഷൻ, ഇൻ, ഓൺ, ടു, ഫോർ, വിത്ത് ഒന്നും മറന്നിട്ടില്ലേ? അതൊക്കെ തന്നെ, അതൊക്കെ ഇന്നലെ തന്നെ പഠിച്ചു, ഇന്നലെ തന്നെ റിവൈസ് ചെയ്തില്ലടാ. അപ്പൊ അമ്മമാരെ വിളിക്കുമ്പോ നമുക്ക് ചോദിക്കേണ്ട സംശയങ്ങൾ എന്തൊക്കെയായിരുന്നു? ഗുഡും ബാഡും പിന്നെ പട്ടും അല്ലേ? ഇവിടെ ആപ്പ് വന്നല്ലോ. ചേട്ടാ ഇന്ന് നേരത്തെ ആണല്ലോ. യുവന്മാരെ നമ്മൾ റിവിഷൻ കഴിയാൻ നോക്കിയിരിക്കുവായിരുന്നു. കോള് പോകുന്നുണ്ട്, പക്ഷെ അവന്മാര് അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ. പണിയാവോ? എടുത്തോണ്ടേ നീ മാത്രമേ ഉള്ളൂ? അമ്മമാർക്ക് എവിടെ? 3 പേരും എഴുന്നേറ്റിട്ടില്ല.
എണീറ്റിട്ടില്ലെന്നോ? മണി ഏകദേശം 10 കഴിഞ്ഞ് കാണുമല്ലോ. ഞങ്ങളുടെ കോൾ എപ്പോ വേണമെങ്കിലും വരാമെന്ന് അറിയാവുന്നതല്ലേ. ആ ചിന്ത അവർക്കൂടെ വേണ്ടേ? ഇന്നലെ രാത്രി എവിടുന്നോ കള്ളൊപ്പിച്ച് അവർ കുടിച്ചു. കുടിച്ചെന്നോ? 3 പേര്? ഇച്ചാനും റോമിയും കുറെ കുടിച്ചു, പക്ഷെ ബിബിൻ കുറച്ചേ കുടിച്ചുള്ളൂ. പോരാത്തതിന് എന്തൊക്കെയോ കാര്യം കഴിച്ച് തിന്നുകയും ചെയ്തു. അത് കഴിഞ്ഞ് നിങ്ങളുടെ കാര്യം പറഞ്ഞ് കുറേ സെന്റിമെന്റ്സ് പറഞ്ഞു. അതിനിടയ്ക്ക് ബിബിൻ ഡൊമിനിക്കിനെയും പ്രവീണേയും വിളിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പതുക്കെ പതുക്കെ 3ന്റെയും ബോധം പോയി. ശരിക്കും പറഞ്ഞാൽ ഇവരിങ്ങനെ കുടിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അവസാനം 2 മണി ഏതാണ്ട് ആയപ്പോഴെല്ലാം കൂടെ പോയി കിടന്നത്. എന്തൊക്കെയാണ് ഈ പറയുന്നേ? ഈ ലോക്ക്ഡൌൺ സമയത്ത് എവിടുന്നാ കുടിക്കാൻ കിട്ടുന്നത്? ശരിക്കും പറഞ്ഞാൽ എങ്ങും കിട്ടാനില്ലായിരുന്നു. ചുരുക്കി പറഞ്ഞ് ഇവരുടെ ആക്രാന്തം കാരണം ഇവിടെ അടുത്തൊരു മെനകെട്ട മനുഷ്യനുണ്ട്. അയാളെ വിളിച്ച് അയാളാണ് ഇതുപോലത്തെ ഏത് കാര്യവും ആർക്ക് വേണേലും എപ്പോൾ വേണേലും എത്തിച്ചു കൊടുക്കും. ഇതുപോലെ തന്നെ ഇതിന് മുൻപ് ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങളിങ്ങനെ ഒരവസ്ഥയിലിരിക്കുന്ന സ്ഥിതിക്ക് ഇവരിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നീ എന്താ അവരെ തടയാഞ്ഞേ? ഞാൻ തടഞ്ഞില്ലെന്നോ? ഇത് കാരണം ഞാൻ എന്തോരം ബഹളം വെച്ചെന്ന് അറിയാവോ? പക്ഷെ ആര് കേൾക്കാനാ? രാവിലെ നീ അവരെ വിളിക്കാനൊന്നും നോക്കിയില്ലേ? ഞാൻ വിളിക്കാൻ ചെന്നപ്പോൾ 3നും ഒരു ബോധവും ഇല്ല. നിങ്ങൾ ഇത്രയും പ്രശ്നത്തിൽപ്പെട്ട ഒരു സ്ഥലത്ത് കിടക്കുക, എന്നിട്ട് പോലും ഇവരെങ്ങനെ ചെയ്യണമെങ്കിൽ ഇവരെന്ത് ഫ്രണ്ട്സാ? ഞങ്ങൾക്ക് ഒരുത്തന്റെ സഹായം വേണ്ട. ഞങ്ങളുടെ കടന്ന് ചാവട്ടെ. അഥവാ ജീവനോടെ ഇവിടുന്ന് പുറത്ത് വന്നാലും അവന്റെ ഒന്ന് മുന്നിൽ പോയി ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അതെ, ചെയ്തെന്ന ഉപകാരങ്ങൾക്ക് ഒത്തിരി നന്ദിയുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്ക്. ഞങ്ങളുടെ കോളിയെ കട്ട് ചെയ്യാൻ പോവാം. എന്തെങ്കിലും സംഭവിക്കട്ടെ. അയ്യോ, കട്ടിയത് ചുമ്മാ പറഞ്ഞു. എടാ, ഞങ്ങളൊരു തമാശക്ക് അപ്പോഴേക്ക് സീരിയസ് ആയോ? എടാ, നിങ്ങളെന്താ കളിക്കുക? ഒരുമാതിരി മറ്റടുത്ത പരിപാടി കാണിക്കില്ല കേട്ടോ. നിങ്ങളുടെ ഇതുപോലത്തെ അവിഞ്ഞ കോമഡി ആസ്വദിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഞങ്ങളെന്നാണോ ഞങ്ങൾക്ക് വിചാരിച്ചത്? ചൂടാവണം. ഞങ്ങളൊരു രസത്തിന്. എന്ത് രസം? ഇത് നിന്റെ ഐഡിയ ആയിരിക്കും ലബീവിനെ. നല്ലതാ. ഇത്തവണ ഇവന്റെ ഐഡിയ ആയിരുന്നു. എടാ, കഴിഞ്ഞ തവണ അങ്ങനെ ഒരു കള്ളക്കഥ പറഞ്ഞിട്ട് ഇത്തവണ നിങ്ങളത് വിശ്വസിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. അത് പിന്നെ ഇവളും ഇങ്ങനെയൊക്കെ പറ്റിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. എടാ, നിന്നെയൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കും. ഒരു ഭ്രാന്തനെ പോലെ. ഒന്നോ? അല്ല, 3 ഭ്രാന്തന്മാരെ പോലെ. അല്ല, ഇപ്പൊ എന്ത് തന്നെയാ പഠിപ്പിച്ചതെന്ന് ഒന്ന് പറയാമോ? അത് പറയാം, അതവിടെ നിൽക്കട്ടെ. അതിന് മുമ്പൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ NLP എന്ന് കേട്ടിട്ടുണ്ടോ? IPL കേട്ടിട്ടുണ്ട്. അത് ഇത് ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ബ്രെയിന് ഒരു ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉണ്ട്. സ്വാഭാവികം. അപ്പോൾ ഈ ലെഫ്റ്റ് ബ്രെയിനിലേക്ക് എല്ലാ കാര്യങ്ങളും വരും. അവിടെ ടെമ്പററി സ്റ്റോറേജ് ആണ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് മറന്നും പോകും. അതുകൊണ്ടാണ് ഈ ഗ്രാമറൊക്കെ ചെറുപ്പം മുതൽ പഠിച്ചിട്ടും ഇപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കാത്തത്. പക്ഷെ റൈറ്റ് ബ്രെയിൻ അങ്ങനല്ല. നമ്മൾ കാണുന്ന സിനിമയുടെ കഥയൊക്കെ നമ്മൾ ഓർത്തിരിക്കാൻ കാരണം അത് കഥാരൂപത്തിലായതുകൊണ്ട് ലെഫ്റ്റ് ബ്രെയിനിൽ നിന്ന് റൈറ്റ് ബ്രെയിനിൽ എത്തുന്നോണ്ടാ. ഉദാഹരണത്തിന് മണിച്ചിത്രത്താഴ് കണ്ട നമുക്ക് നാഗവല്ലിയുടെ സ്റ്റോറി കൃത്യമായിട്ട് അറിയാം. പക്ഷെ നമ്മുടെ സ്കൂളിലെ ഹിസ്റ്ററി പുസ്തകത്തിൽ അത് പഠിച്ചെങ്കിൽ നമ്മളത് ഓർത്തിരിക്കുമായിരുന്നു. ഇതൊക്കെ ഇവിടെ പറയാൻ കാര്യം? അതായത് സുമോ, നിങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞു തരാതെ ഇമാതിരി തൊട്ടി നമ്പറുകളൊക്കെ ഇറക്കാൻ കാരണം ഇത് നേരെ നിങ്ങളുടെ റൈറ്റ് ബ്രെയിനിലേക്ക് പോയി അവിടെ ഫിക്സ് ആവാനാണെന്ന് ചുരുക്കം. ഇപ്പൊ പേഴ്സണൽ പ്രോനൗൺ ഏതാണെന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങൾ ആദ്യം അടി ഉണ്ടാക്കിയത് വെച്ച് കണക്ട് ചെയ്യില്ലേ? ഓക്സിലറി വെർബ് എന്ന് പറയുമ്പോൾ കിച്ചണിൽ ഡെപ്പിക്കകത്ത് അടച്ചു വെച്ചിരിക്കുന്ന ഓർമ്മ വരില്ലേ? പ്രിപ്പോസിഷൻ എന്ന് പറയുമ്പോൾ സെവിന്റെ വീട്ടിൽ ഒരാളൊന്ന് അരമ്പുണ്ടാക്കിയ സ്റ്റോറിയുമായി കണക്ട് ചെയ്ത് ചിന്തിക്കില്ലേ? അതുപോലെ ഇന്ന് മിയ നിങ്ങളോട് പറഞ്ഞ കള്ളക്കഥയുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ എന്തോർത്തിരിക്കണം? കൺജങ്ഷൻ. അതെങ്ങനെയെന്ന് പറയൂ. കൺജങ്ഷൻ എന്ന് വെച്ചാൽ വേർഡ്സിനെയോ സെന്റൻസിനെയോ ഒക്കെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഫോർ എക്സാമ്പിൾ ആണല്ലോ മിയ പറഞ്ഞത് മുഴുവൻ. ഓ, അത് തോന്നി. ഇനി അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇവൾ ആദ്യം പറഞ്ഞ കാര്യം പഠിച്ചു വെച്ച പോലെ തന്നെ ആയിരുന്നുകൊണ്ട് അത് ഞങ്ങൾ ഓൾറെഡി ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലുള്ള കൺജങ്ഷൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇതാ ഇപ്പൊ റോമി നിങ്ങൾ അതെല്ലാം കാണിക്കും. Tom and Romy drank a lot, but Bipin drank a little only. Besides, they ate a lot. Thereafter, they became sentimental talking about you. Meanwhile, Bipin called Dominic and Nitin and spoke something. Gradually, all of them fell unconscious. In fact, I never thought they would drink this much. Finally, by 2 o'clock, all of them slept. അപ്പോഴാണ് സെവിൻ ചോദിച്ചത്, ഇപ്പൊ എവിടുന്ന കുടിക്കാൻ കിട്ടിയെന്ന്. ഇതാണ് അതിനുള്ള ഉത്തരം.
In fact, it was not available anywhere. In short, because of their weakness, they called someone. He is someone who is ready to bring whatever things to whomever, wherever they are. But I never thought that they would do like this. In spite of your current situation. അങ്ങനല്ലേ? പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലായി കാണുമല്ലോ. ഇതൊക്കെ അവൾ ആദ്യം മലയാളത്തിൽ പറഞ്ഞതിൻ്റെ ട്രാൻസ്ലേഷനാണ്. അതിൻ്റെ അകത്ത് ഇത്രയും കൺജങ്ഷൻസ് ഉണ്ടായിരുന്നു. എടാ കിട്ടിയടാ എന്ത്? അപ്പോ ബട്ട് കൺജക്ഷനാ. ഞങ്ങൾ ഇത്രയും കൺജങ്ഷൻസ് പറഞ്ഞു തന്നിട്ട് നിനക്ക് ബട്ട് മാത്രമേ മനസ്സിലായുള്ളൂ സെവിനെ? ഓ അതല്ലടാ, ഇന്നലെ രാത്രി തൊട്ട് ഈ ബട്ടില്ലേ ഏത് പാർട്ട് ഓഫ് സ്പീച്ച് ആണെന്ന് ഒടുക്കത്തെ ഡൗട്ടായിരുന്നു ഇവന്. അപ്പൊ കൺജങ്ഷൻ എന്താണെന്ന് ഏകദേശം ഒരു ഐഡിയ കാണുമല്ലോ. ഇതിങ്ങനെ സിമ്പിളായിട്ടും പറയാം, വേണമെങ്കിൽ മണിക്കൂറുകളോളം ക്ലാസ് കൊടുക്കും. അതെ, പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യവും സമയവും വെച്ച് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുക്കണമെന്നേ ഉള്ളൂ. ഇത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നേ ഉള്ളൂ. പിന്നെ മറ്റെല്ലാ പാർട്സ് ഓഫ് സ്പീച്ചിന്റെ കാര്യത്തിലും പറഞ്ഞ പോലെ തന്നെ ഇക്കാര്യത്തിലും പറയുന്നു, കൺജങ്ഷൻസ് ഇത്രയും മാത്രമല്ല അവിടെ ഉള്ളത്, ഇനിയും കുറെ ഉണ്ട്. ഉദാഹരണത്തിന് ഈ പറഞ്ഞ കൂട്ടത്തിൽ മിസ്സായി പോയ ചില ഇമ്പോർട്ടന്റ് കൺജങ്ഷൻസ് ഏതെന്നറിയോ? ഓർ, എയ്തർ ഓർ, നെയ്തർ നോർ, അനദർ, ഇതൊക്കെ മിസ്സായി പോയതാണ്. ശരിക്കും പറഞ്ഞ ഏറ്റവും പ്രൈമായിട്ടുള്ള കൺജങ്ഷൻസ് ആണ് ആൻഡ്, ബട്ട്, ഓർ, ബിക്കോസ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മൾ ടെൻസസ് ഒക്കെ പഠിച്ച് സെന്റൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓരോന്നിടത്തങ്ങ് ഉപയോഗിക്കാം. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി അല്ലാതെ കുറെ അങ്ങ് പഠിച്ചു വെച്ചിട്ട് ഒരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല. എടാ മിയ പറഞ്ഞ കാര്യം ഞങ്ങള് ഭയങ്കര പേടിയോടെയും അത്ഭുതത്തോടെയും കേട്ടതാ. അതുകൊണ്ട് അത് തന്നെ ഇംഗ്ലീഷിലാക്കി അതിലെ കൺജങ്ഷൻസ് അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞപ്പോ അത് ഏത് സെൻസിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഏകദേശം പിടികിട്ടിട്ടുണ്ട് അല്ലേ ഇത്? തന്നെയല്ല, ബാക്കി പാർട്സ് ഓഫ് സ്പീച്ച് എല്ലാം ഏകദേശം അറിയാവുന്നതുകൊണ്ട് പുതിയ ഒരെണ്ണം കൂടി കാണുമ്പം മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പമുണ്ട്. അങ്ങനെ വരട്ടെ. കൺജങ്ഷനെ കുറിച്ച് ഇനി കൂടുതലായിട്ട് വല്ലതും പറയണോ? വേണ്ടടാ, നീ പേപ്പർ ഒന്നുകൂടെ കാണിച്ച് ഞാനത് പെട്ടെന്ന് എഴുതിയെടുക്കാം. എന്നിട്ട് പിന്നെ വല്ല വായിക്കുമ്പോൾ സംശയം തോന്നിയാൽ നീ വിളിക്കുമ്പോൾ ചോദിക്കാമല്ലോ. എടാ സംശയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴോ ഞങ്ങൾക്ക് ഇന്നലെ റിവിഷൻ നടത്തിയപ്പോ 1-2 സംശയങ്ങൾ വന്നു. ചോദിക്കട്ടെ? യു ആസ്ക് മാൻ. അതായത് ഞങ്ങൾ അബ്ജക്റ്റീവ്സ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ഒരു സംശയം, ഈ കമ്പാറ്റീവും സൂപ്പർലേറ്റീവും 2 രീതിയിൽ പറയാമെന്ന് പറഞ്ഞില്ലേ? ഉദാഹരണത്തില് ടോൾ ആണെങ്കിൽ ടോളർ, ടോളസ്റ്റ്, ബ്യൂട്ടിഫുൾ ആണെങ്കിൽ മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ഓക്കെ, പറഞ്ഞു. അപ്പോ ഈ ഗുഡിന്റെ ഗുഡർ, ഗുഡസ്റ്റ് ആണോ അതോ മോർ ഗുഡ്, മോസ്റ്റ് ഗുഡ് ആണോ? അയ്യോടാ, അത് പറഞ്ഞില്ലായിരുന്നോ? മോശമായി പോയല്ലോ. എടാ, നമ്മൾ വേർബിന്റെ ഫോംസ് പഠിച്ചപ്പോ അതില് റെഗുലറും ഇറഗുലറും പറഞ്ഞ ഓർമ്മയില്ലേ? ഉണ്ട്. റെഗുലറിന്റെ ED, IED, D ചേർക്കുന്നു. ഇറഗുലറില് ആ വാക്ക് വേറെ രീതിയിലാവുന്നു. അതുപോലെ അഡ്ജക്റ്റീവിലും ഉണ്ട് ഇറഗുലർ. പേടിക്കണ്ട, അധികമൊന്നുമില്ല. ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് കുറച്ചുള്ളൂ. വേറെ ഏതെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് റിസർച്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ ജനറൽ ആയിട്ടുള്ളത് പറ. ആദ്യത്തെ നിങ്ങൾ സംശയം ചോദിച്ചതാണ് ഗുഡ്, ബാഡ്. അതിൽ ഗുഡിൻ്റെത് ബെറ്റർ, ബെസ്റ്റും, ബാഡിൻ്റെത് വേഴ്സും, വേഴ്സ്റ്റും. ഷടാ, ഇതാ വാക്കുകളായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സംഭവങ്ങളാണല്ലോ. പക്ഷെ ഈ ബെറ്റർ, ബെസ്റ്റ്, വേഴ്സ്, വേഴ്സ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഗുഡിന്റെയും ബാഡിന്റെയും കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവ് ആണെന്ന് അറിയത്തില്ലായിരുന്നു. അത് തന്നെ എല്ലാവരുടെയും കുഴപ്പം. വളരെ ജനറൽ ആയിട്ട് വരുന്ന ഒരു മിസ്റ്റേക്കാണ് മോർ ബെറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു യൂസേജ് കംപ്ലീറ്റ്ലി റോങ് ആണ്. വെറും ബെറ്റർ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് കൊള്ളാലോ. ഞാനും കേട്ടിട്ടുണ്ട് പലരും ഈ മോർ ബെറ്റർ എന്ന് പറയുന്നതൊക്കെ. പിന്നെ വേറെ എന്തൊക്കെയാ വാക്കുകൾ? വേറെ വാക്കുകൾ പറയുകയാണെങ്കിൽ ലിറ്റിൽ, ലെസ്, ലീസ്റ്റ്, പിന്നെ മച്ച്, മോർ, മോസ്റ്റ്, ദെൻ ഫാർ, ഫാർദർ, ഫാർദസ്റ്റ്. അടിപൊളി. ഇനി അത് കേട്ട് പേടിക്കാനൊന്നും നിൽക്കണ്ട, ഇത്രേ ഉള്ളൂ. ഇതുപോലത്തെ എക്സെപ്ഷൻസ് ഒന്ന് ബൈഹാർട്ട് പഠിച്ചു വെച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അടുത്ത സംശയം അത് ഏത് പാർട്ട് ഓഫ് സ്പീച്ച് ആണെന്നുള്ളതാ. ആർട്ടിക്കിൾ എന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ ഈ പത്രത്തിലൊക്കെ വരുന്ന അത് ആർട്ടിക്കിൾ, ഇത് ആർട്ടിക്കിൾ. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം?
എടാ അത് കഴിഞ്ഞ ദിവസം സുമേഷിന്റെ സ്റ്റൂൾ സുമേഷ് പറഞ്ഞ സ്റ്റൂള് പോലെ ഒരേ സ്പെല്ലിങ്ങും ഡിഫറെന്റ് മീനിങ്. അതെ, നമ്മളിവിടെ ഉദ്ദേശിച്ച ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരുതരം ആഡ്ജക്റ്റീവാണ്. പിന്നെ അഡ്ജക്റ്റീവ് ഇതിനൊരു അന്ത്യവും ഇല്ലേ? ഉണ്ട്. ഇതോടെ അവസാനിപ്പിച്ചേക്കാം. ആർട്ടിക്കിൾസ് ആകെ 3 ശരിക്കും പരമാത്രം? എന്റെ സുമു, നീ ഇതൊന്നും കേട്ട് സന്തോഷിക്കേണ്ട. അതിന് 100 ഡിവിഷനും സബ് ഡിവിഷൻസും കാണും. എന്നാ ഞാനൊരു സത്യം പറയട്ടെ. സത്യം ഞാൻ പറഞ്ഞു. ഇതാ സത്യമല്ലടാ, ഇത് പിന്നെ ഏത് സത്യം? ഇത് മറ്റൊരു സത്യം. ഇപ്പൊ കുറെ സത്യങ്ങളുണ്ടോ? എടാ, ഞാൻ പറയാൻ വന്ന സത്യം വേറൊന്നുമല്ല. ആർട്ടിക്കിൾസിന് ആകെ 2 ഡിവിഷൻസേ ഉള്ളൂ, ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. പിന്നെ ഇതിൽ രണ്ടിലും കൂടി ആകെ 3 ആർട്ടിക്കിൾസേ ഉള്ളൂ, എ ആൻഡ് പിന്നെ താ. നീ ഈ സത്യമായിരുന്നു പറയാൻ പോയത്. ഞാൻ വിചാരിച്ചു. നീ എന്ത് വിചാരിച്ചു? ഞാനൊന്നും വിചാരിച്ചില്ല. അല്ല, വേറെ എന്തോ ഒരു സത്യങ്ങളുണ്ടല്ലോ, നീ കളിക്കാതെ പറഞ്ഞിട്ടാമേ. എടാ സുമു, നിനക്ക് ആർട്ടിക്കിൾസ് പഠിക്കണം വേണ്ടേ? ആ, അത് വേണം. പക്ഷെ ഈ കാര്യം അറിയാം. അയ്യോ, അത് പറയാം. ആദ്യം ആർട്ടിക്കിൾസ് കേൾക്ക്. ആ, എന്നാ ശരി. എടാ, ആർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ നമ്മൾ മിക്കവാറും ഒരു നൗണിന്റെ മുമ്പിലായിരിക്കും അത് ഉപയോഗിക്കുക. ഉദാഹരണത്തിന് എ കാർ എന്ന് വെച്ചാൽ ഒരു കാറെന്നല്ലേ? അത് തന്നെ. ഹരിശേഷം പറയുന്ന പോലെ അങ്ങനെ ഇന്ന കാറൊന്നില്ല, ഒരു കാർ. ഓക്കെ, അത് മനസ്സിലായി. അപ്പൊ ഈ ആൻ എടാ, അത് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയേണ്ടി വരും. ഇംഗ്ലീഷിൽ 26 ലെറ്റേഴ്സ് ഉണ്ടല്ലോ, അതിനെ വൊവൽസ് എന്നും കോൺസണൻസ് എന്നും തരംതിരിച്ചേക്കുന്ന കാര്യം അറിയാവോ? ഓ, അതൊക്കെ അറിയാം. AEIOU വവേഴ്സ്, ബാക്കിയെല്ലാം കോൺസണൻസ്. നമ്മളങ്ങനെ കൊച്ചാക്കല്ലേ. ആ, അപ്പൊ ഈ വവൽ സൗണ്ട്സിന് മുമ്പ് എ എന്ന് ചേർക്കാൻ പറ്റില്ല, പകരം ആൻ എന്ന് ചേർക്കണം. എ ഓറഞ്ച് എന്ന് പറയാൻ പറ്റില്ല, ആൻ ഓറഞ്ച് എന്ന് പറയണം. ഓ, അതൊക്കെ പഠിച്ച ഓർമ്മയുണ്ട്. അപ്പോ ആൻ ആപ്പിൾ, ആൻ എലിഫന്റ് അങ്ങനെയൊക്കെയല്ലേ? വവൽസിന് മുമ്പ് ആൻ വരണം. വവൽസിന് മുമ്പല്ല, വവൽ സൗണ്ട്സിന് മുമ്പ്. എടാ, അത് മനസ്സിലായില്ല. അതിപ്പോ ഒരു 1 man ഷോ എന്ന് നീ എങ്ങനെ പറയും? 1 man show. 1ന്റെ സ്പെല്ലിംഗ് എന്താ? ONE. അപ്പൊ ഓ വവൽ അല്ലേ? പിന്നെന്താ ആൻ 1 man ഷോ എന്ന് പറയാത്തെ? ഓ, അപ്പൊ തെറ്റിപ്പോയല്ലേ? ഓക്കെ, ആൻ 1 man show. അയ്യോ, ഇവിടെ മണ്ട തെറ്റിയില്ല. ഓ എന്ന് എഴുതുന്നതാണെങ്കിലും വ എന്ന് പ്രൊനൗൺസ് ചെയ്തുകൊണ്ട് എ ആണ്, ആൻ അല്ല. അതാ പറഞ്ഞ വവൽസ് ആണോ എന്നല്ല നോക്കേണ്ടത്, വവൽ സൗണ്ട് ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. വേറൊരു ഉദാഹരണം പറയാം. യൂണിക്കോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് വവലായ യു വെച്ചിട്ടാണെങ്കിലും അവിടെ വരുന്നത് ഉ സൗണ്ട് അല്ലാത്തതുകൊണ്ട് എ യൂണിക്കോൺ എന്നാ പറയാം. ആ, അതുപോലെ എ യൂണിവേഴ്സിറ്റി. പക്ഷെ അങ്ങനത്തെ കുറച്ച് വേർഡ്സേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെ തിരിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത് കോൺസണന്റ് ആയിരിക്കും, പക്ഷെ വവൽ സൗണ്ട് ആയിരിക്കും. അതെ, ഉദാഹരണത്തിന് ഓണറബിൾ മാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എച്ച് വെച്ചാണെങ്കിലും പറയുന്നത് ഓ എന്നായതുകൊണ്ട് ആൻ ഓണറബിൾ മാൻ എന്ന് പറയുന്നു. അത് വെച്ച് തല വായിക്കണ്ട, അങ്ങനെ കുറച്ച് എക്സെപ്ഷൻസേ ഉള്ളൂ. ഇനി ദാ പറയാം. മുമ്പ് പറഞ്ഞില്ലേ, എ കാർ എന്ന് പറയുമ്പോൾ ഏതോ ഒരു കാർ, ആൻ ഓറഞ്ച് എന്ന് പറയുമ്പോൾ ഏതോ ഒരു ഓറഞ്ച് എന്നൊക്കെ. പക്ഷെ ദാ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിരിക്കും. അതായത് ദ ട്രീ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ട്രീ ആവാൻ പറ്റത്തില്ല. നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത ഒരു പ്രത്യേക ട്രീയെ കുറിച്ചാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഐ സോ എ ബെഗർ എന്ന് പറഞ്ഞാൽ ഞാനൊരു യാചകനെ കണ്ടു. പക്ഷേ ഐ സോ ദ ബെഗർ ഹും വി ഗേവ് മണി യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പൈസ കൊടുത്ത ആ യാചകനെ നമ്മൾ കണ്ടു എന്നായിരിക്കും. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അത്ര സിമ്പിൾ ആയിരുന്നു ഈ ആർട്ടിക്കിൾ. പിന്നെ അല്ലാതെ. ആ, കാര്യമൊക്കെ കൊള്ളാം. ടോമ് മുമ്പ് പറയാൻ തുടങ്ങിയ ആ സത്യം എന്താണെന്ന് വെച്ചാ പറഞ്ഞേ. ഓ, അത് ഇതുവരെ വിട്ടില്ലേ? ആ, ഇല്ല, നീ കളിക്കാതെ കാര്യം പറയടാ. എടാ, അത് പതുക്കെ പറയാൻ പറ്റും. നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്ന ആരാണെന്ന് ഞങ്ങൾക്കൊരു ക്ലൂ കിട്ടി.